അവിചാരിതമായ ഒരു ദുരന്തത്തെ നേരിട്ട വെള്ളിയാമറ്റത്തെ കുട്ടി കർഷകർക്ക് കേരളത്തിന്റെ കൈത്താങ്ങ് ലഭിച്ചിരിക്കുന്നു. വലിയ രീതിയിലുള്ള സഹായമാണ് ഇവരെ തേടിയെത്തിയിരിക്കുന്നത്. നടൻ ജയറാം 5 ലക്ഷം രൂപ ഈ വീട്ടിലെത്തി കൈമാറി. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് 5 പശുക്കളെ ഒരാഴ്ചക്കകം നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സന്തോഷമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെയൊരു കൈത്താങ്ങ് ഭാഗത്തുനിന്ന്? ഇല്ല, ഒരിക്കലും ഇല്ല. ഉണ്ടായ നഷ്ടം നികത്താൻ പറ്റുമോ? അതെല്ലാം ഇവിടെ ജനിച്ചു വളർന്നതായതുകൊണ്ട് അതുങ്ങളെ അരുമ പോലെ കാത്തു പരിപാലിച്ചാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനോടുള്ള സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റത്. ആ തൊഴുത്തിലെ രംഗം തന്നെ ഏറ്റവും വലിയ തെളിവാണ്. എൻ്റെ അമ്മേനെ നഷ്ടപ്പെട്ട കുഞ്ഞ് മറ്റൊരമ്മയിൽ അഭയം തേടി ആ വേദന മനസ്സിലാക്കി നിൽക്കുന്ന ആ രംഗം ഞങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ആ കുഞ്ഞെ കൂടെ പോകുകയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും വേദന തോന്നിയില്ലായിരുന്നു. അതെന്ന് അതിൻ്റെ അമ്മേനെ മണത്തു നോക്കി പതുക്കെ തൊട്ടും എല്ലാം നോക്കി അവൾ മനസ്സിലാക്കി. അന്ന് മുതലുള്ള ഞാൻ അറിയത് വരുമ്പോൾ ഇവിടെയുണ്ട്. ആ നിൽക്കണം ഇപ്പോൾ. സന്തോഷമായി. ഇനിയിപ്പോ പശുവിനെ മേടിക്കാനാണോ? കൂടുതൽ പശുവിനെ മേടിക്കാനാണോ തീരുമാനം? കൂടുതൽ പശുവിനെ മേടിക്കും. 10ാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ കഴിയുന്നതോടെ കൂടുതൽ പശുവിനെ മേടിക്കും. ഇപ്പം മോഡൽ പരീക്ഷ തുടങ്ങാറായി. ജനുവരി തുടങ്ങുമെന്ന് അറിഞ്ഞു. ഡോക്ടർ ആകണമെന്നാണ് ആഗ്രഹം. എന്താ ജോർജ് സന്തോഷത്തിലാണ്? സന്തോഷമായി. ബാക്കിയുള്ള ഈ അവശേഷിക്കുന്ന പശുക്കളുടെ അവസ്ഥ എന്താ? ഇപ്പോൾ ഡോക്ടർ വന്ന് ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തു. ഇപ്പം ആ കിടക്കുന്ന പശുവിനാണെങ്കിൽ ഇപ്പോൾ അവൾ തീറ്റ എടുക്കാൻ മടിയാണ്. ഇപ്പോൾ അവൾക്ക് ഇന്ന് ഗ്ലൂക്കോസും വൈറ്റമിൻസ് എല്ലാം കയറ്റിയിട്ടുണ്ട്. പിന്നെ അവൾക്കും ഇതുപോലെ ഇഞ്ചക്ഷൻ എല്ലാം ഗ്ലൂക്കോസ് എല്ലാം കയറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കുമെന്ന്. ഇപ്പൊ അധികം വൈകാതെ കൂടുതൽ പശുക്കൾ എത്തും തൊഴുത്തിലേക്കല്ലേ? തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച വലിയ ഒരു നഷ്ടമാണ് അപ്രതീക്ഷിതമായി നേരിട്ടത്. പക്ഷേ കേരളത്തിന്റെ എല്ലാവരുടെയും പിന്തുണ ഇവർക്ക് ലഭിച്ചു. ഇവർക്ക് ആവശ്യമായിട്ടുള്ള പശുക്കളെ സംസ്ഥാന സർക്കാർ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക സഹായം സിനിമാ മേഖലയിൽ നിന്നടക്കം ഇവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ലഭിക്കുമ്പോൾ കൂടുതൽ പശുക്കളുമായി ഒരു വലിയ ഫാമായി ഇവിടെ മാറട്ടെ എന്ന് നമുക്കും ആശ്വസിക്കാം. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.